നമോ നമ ശിവായ. കല്ലറ മഹാദേവര് വച്ച ശിവക്ഷേത്രത്തിലെ രേവതി മഹോത്സവം 2026 മാർച്ച് 20 മുതൽ 27 വരെ നടക്കുകയാണ്. ഇവിടെ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയായും ക്ഷിപ്രകോപിയുമായ ഭാവത്തിൽ കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നു. ഇവിടെ ജലധാരയ്ക്കും പിൻവിളക്കിനും മഹാമൃത്യുഞ്ജയ ഹോമത്തിനും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. കന്നിമൂലയിൽ മഹാഗണപതിയും പടിഞ്ഞാറ് വടക്കേ മൂലയിലായിട്ട് ദുർഗാദേവിയും ഇവിടെ അഭയഹസ്തയായി വരദാനിയായി കുടികൊള്ളുന്നു. നാലമ്പലത്തിന് വെളിയിൽ രക്ഷസും നാഗരാജാവും നാഗയക്ഷിയമ്മയും ഭഗവാന് ശക്തിയായി കൂടെ കുടികൊള്ളുന്നു. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ ഒരു ചെറിയ തെങ്ങിൽ പെട്ടെന്ന് ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയും അത് ഗണപതിയുടെ തുമ്പിക്കൈയും മുഖവുമുള്ള ഭാവമായി കാണപ്പെടുകയും ചെയ്തു. അതോടെ അവിടെ ശക്തി ഗണപതിയുടെ ഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഗണപതി ശക്തി ഗണപതിയായി കുടികൊള്ളുകയും ചെയ്യുന്നു. ഇവിടെ ഗണപതി ഹോമത്തിന് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. താന്ത്രിക വിധിപ്രകാരമുള്ള പൂജാവിധികളാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. കൊടിയേറ്റ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ആറാട്ട് ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ശ്രീഭൂതബലി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് മഹാദേവര് വെച്ച ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ഉത്സവ ദിവസം എന്ന് പറയുന്നത് ഭഗവാന്റെ ജന്മനക്ഷത്രമാണ്. ആ സമയം ക്ഷേത്രവും പരിസരവും ഭക്തി നിർഭരമായ ഗാനങ്ങളും ഭക്തജനങ്ങൾ പൂജാവിധികളിൽ പ്രാതിനിധ്യം നൽകി ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദത്തിനും വേണ്ടി ആ ഉത്സവ ചടങ്ങ് നടക്കുന്ന പൂജാവിധികളിൽ പങ്കെടുക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം നമോ നമ ശിവായ. ഓം ശങ്കരനാരായണായ നമഃ.